മാർക്കോ, നീ കേറി വാടാ. നരകത്തിലേക്കാടാ നീ കയറിയത്. ഇവിടുത്തെ രാജാവ് ഞാനാ. അനിയനെ തിരിച്ചറിയാൻ ഇറച്ചി കഷ്ണമെങ്കിലും കിട്ടിയില്ലേ? നിന്റെ കാര്യത്തിൽ അതുപോലും കാണില്ല. റൂൾസ് വെച്ച് റിങ്ങിനുള്ളിൽ കയറിയ ഒരാളെ 2 കാലിൽ തിരിച്ചു പോവുള്ളൂന്നാ. നരകത്തിന്റെ രാജാവ് സാത്താനാണ് ജെയിംസ്. എൻ്റെ വിക്ടറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. കൂടെ നിന്നാ നിനക്ക് കൂടിയാ ഗുണം. നിന്നില്ലേ നീയില്ല. അറിയാലോ, ആദ്യം പോലീസ് വരും. പോലീസ് വരാറുമുണ്ട്, പോകാറുമുണ്ട്. പക്ഷെ ഇവിടെ നിന്നൊന്നും കിട്ടില്ല റസ്ലേ. പിന്നെ എന്നെ അന്വേഷിച്ച് മാർക്കോ വരും. അവനോട് നീ പറയണം DVR കൊണ്ടുപോയ ആളെ കണ്ട തിരിച്ചറിയുമെന്ന്. എന്നിട്ട് ആളെങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുമ്പോൾ പിന്നൊരുത്തം വന്നു. ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് പോയി. ആരെ കണ്ട തിരിച്ചറിയോടാ നിനക്ക്? മുടി 20 വർഷത്തേക്കും ചെയ്യി മീശയില്ലാത്ത ഒരാളാ. എവിടെ കണ്ടാലും തിരിച്ചറിയും. ഒരു ഭായിയാ, ഹിന്ദിയാ പറഞ്ഞേ. മാർക്കോ, അവന്മാര് നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വരുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് കയറി അവന്മാരെ അങ്ങ് തീർത്താലോ? ഇത്രയും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്നിച്ചു തീർക്കണം എല്ലാത്തിനെയും. ചോരതളവ് കടന്ന് കച്ചവടത്തിലല്ല. അവരെ കൊന്നെടുക്കുന്നതുകൊണ്ട് ഷോർട്ട് ടേം ബെനിഫിറ്റേ ഉണ്ടാവും. അവർ കേരളത്തിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൈകാര്യം ചെയ്യുന്ന പൊന്ന് മുഴുവൻ നമ്മുടെ കയ്യിൽ വരണം. നാളെ എത്ര കിലോ ആണ് 3 ബോട്ടിലും കൂടി കേരളത്തിലെത്തുന്നത്? അടാട്ടയോ അതോ നമ്മുടെയോ? എൻ്റെ അറിവിൽ 120. 30 അടാട്ട്, 30 ചാക്കു, 30 സൽമാൻ. ബാക്കി തൃശ്ശൂരിലെ തമ്പിയാർ. കണക്ക് ശരിയല്ലേ? കൺസൈൻമെന്റ് ദുബായിൽ നിന്ന് കയറുന്നതിന് മുമ്പ് ഒറ്റണം. 30 കിലോ വരെ പിടിച്ചെടുത്തോളാൻ കസ്റ്റംസിലെ ജോൺ സാറിനെ ദൈവ് വിളിച്ച് പറയണം. ആ നഷ്ടപ്പെട്ട 30 കിലോ അടാട്ടുകാരുടേതാണെന്ന് അവരോട് പറയണം. നമ്പ്യാരോട് പറയണം കസ്റ്റംസ് പിടിച്ചെടുത്തത് അവരുടെ സ്വർണ്ണമാണെന്ന്. സൽമാനോടും ഇത് തന്നെ പറയണം. ദെൻ ചാക്കുവിനോടും.
ഇവർ തമ്മിൽ പരസ്പരം കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗെയിം സേഫാണ്. കസ്റ്റംസിന് 30 കിലോ, പിടിച്ചെടുക്കാത്ത 90 കിലോയാണ് ഇതിലെ നമ്മുടെ ലാഭം. സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എ പെർഫെക്റ്റ് പ്ലാൻ. പക്ഷെ എവിടെയെങ്കിലും പാളിയാൽ അടാട്ട് ജോർജ് എല്ലാത്തിനും അദ്ദേഹത്തെ അമ്പ് പെരുന്നാൾ നടത്തും. ഇനിയുള്ള അമ്പ് പെരുന്നാളും പിണ്ടിപ്പെരുന്നാളും ദേവരാജ് നടത്തും. ഗവൺമെന്റിനെ പറ്റിക്കുന്ന പോലെ അല്ല ജോർജിനെ പറ്റിക്കുന്നത്. ഡോണ്ട് വറി, സാറിന് ജോർജിനെ ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരില്ല. ഇറ്റ്സ് എ വേർഡ്. നമ്മുടെ എല്ലാവരുടെയും ഗോൾഡ് ഒരു ദിവസം തന്നെ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരോ ഒറ്റിയതാ. അതിൻ്റെ കാരിയേഴ്സിനെയും കൊണ്ടുവരുന്ന ചാനലും ഒന്നും ആർക്കും അറിയില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും ചെയ്യില്ല. ഇവിടെ എല്ലാവർക്കും ആവശ്യത്തിന് കച്ചവടം ഉണ്ടല്ലോ. മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരേ ഒരു സാധനമേ ഈ ലോകത്തുള്ളൂ, അത് പണമാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ ഒറ്റിയെന്നാണോ? 1000-10,000 കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കസ്റ്റംസുകാരെ മാങ്ങ പറിക്കാനിരിക്കില്ലല്ലോ. ഇതാര് ചെയ്തുവെന്നും ആരെക്കൊണ്ട് ചെയ്യിച്ചുവെന്നും വന്ന ഗോൾഡിൽ എത്ര ഈ മാങ്ങപറിക്കാരുടെ കയ്യിൽ എത്തിയെന്നൊക്കെ കണ്ടുപിടിക്കാൻ ജോർജിന് കുറച്ച് സമയം മതി. അതുവരെ കരുതിക്കോ, ഈ കരു നമ്മുടെ കളത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ അവനെ കൊണ്ട് ജോർജ് സയനൈഡ് കുടിപ്പിക്കും. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. കസ്റ്റംസ് ഓഫീസർ ജോൺ സാറിൻ്റെ അടുത്ത് ഗോൾഡ് പിടിപ്പിച്ചത് ഞാൻ. ഇച്ചായൻ്റെ ഭീഷണി കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. ഇച്ചായൻ കണ്ടുപിടിക്കുന്ന മുമ്പ് ഞാനങ്ങ് തീർക്കാൻ വിചാരിച്ചു.